ഒരിക്കൽ ഒരു യാത്രക്കിടയിൽ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു, നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളെ ഭാര്യമാർക്ക്, നമ്മളെ ഉമ്മമാർക്ക് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ മനസ്സിലാവില്ല. അവർക്കെപ്പോഴും പരാതികൾ നിരത്താനേ നേരം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു, എന്നെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്നെന്ന് അയാൾ കേട്ടിരുന്നെങ്കിൽ, ഞാൻ ഈ മക്കളെ വെച്ചിട്ട് വീട്ടിൽ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളൊക്കെ അദ്ദേഹം ഒന്ന് മുഖവിലേക്ക് എടുത്തിരുന്നെങ്കിൽ. ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും പരാതിയാണിത്. ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം മനസ്സിലാക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും ഇടപഴകുന്ന ഏരിയകളെ, അത് വീടകങ്ങളാണെങ്കിലും പണിസ്ഥലങ്ങളാണെങ്കിലും, ഇത് പരസ്പരം ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയണം. ഒരു ദിവസത്തേക്കെങ്കിലും അതൊന്ന് കൈമാറ്റം ചെയ്തിട്ട് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും അവരുടെ കൂടെ ഒരു ദിവസം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കണം. ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ കൂടെ അവൾ ചെയ്യുന്ന ഒരു ദിവസത്തെ റൊട്ടീനിലൂടെ അവളുടെ കൂടെ നിന്ന് കടന്നു പോവുക. ഭാര്യയാണെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരിക്കലെങ്കിലും അവരുടെ പണിസ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തു പോരുക. ഇതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ തുറക്കുന്നതിന് പകരം സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും പൂമുട്ടുകൾ വിരിയും. ജീവിതത്തിൽ ഭംഗിയാക്കുന്നത് ഈ പൂമുട്ടുകളാണ്. ഭാണ്ഡക്കെട്ടുകൾക്ക് എപ്പോഴും ഭാരം കൂടുതലാണ്. സ്നേഹവും ആദരവും നമുക്കിടയിൽ പരസ്പരം കൈമാറ്റിക്കൊണ്ട് സുന്ദരമായ ജീവിത നിമിഷങ്ങളെ സമ്മാനിക്കാൻ നമുക്ക് കഴിയട്ടെ. താങ്ക് യു.